ഭക്തിസാന്ദ്രമായി കൊല്ലം പണ്ടാരത്തുരുത്ത മൂക്കുംപുഴ ദേവീക്ഷേത്രത്തിലെ മീനൂട്ട് ചടങ്ങ്. മകരഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി സബ്ദുരത്തിൽ നടന്ന മീനൂട്ടിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ജനുവരി 27-ന് കൊടിയേറിയ ഭരണി മഹോത്സവം നാളെയാണ് സമാപിക്കുക. അതിപുരാതനവും ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നവും അതിപ്രശസ്തവുമായ മുക്കുംപുഴ ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ 9ാം ദിനമാണ് പ്രസിദ്ധമായ മീനൂട്ട് നടന്നത്. തീരദേശ ജനങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ പ്രസാദം കടലിൽ സമർപ്പിച്ച് തങ്ങളുടെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണക്കാരായ മത്സ്യങ്ങളെ ഊട്ടുന്നതാണ് മീനൂട്ട് ചടങ്ങ്. ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന മീനൂട്ട് ചടങ്ങ് ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെയും എല്ലാ സാധനങ്ങളെയും മനുഷ്യൻ ചൂഷണം ചെയ്യുമ്പോൾ ഭക്തിയാദരപൂർവ്വം പ്രത്യേക പ്രസാദമായി തയ്യാറാക്കി പ്രകൃതിയിലെ ജീവന്റെ ആദ്യ തുടുപ്പായ മത്സ്യത്തിന് നൽകുന്ന അതിവിശിഷ്ടമായ ഒരു ചടങ്ങാണ് മീനൂട്ട് ചടങ്ങ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ പ്രത്യേക തരത്തിൽ പ്രസാദമായി അനുഗ്രഹത്തോടുകൂടി ദേവിയുടെ അനുഗ്രഹത്തിനും മത്സ്യസമ്പത്ത് വർദ്ധിക്കുന്നതിനുമായി ഭക്തജനങ്ങൾ ഭക്തിയാദരപൂർവ്വം നടത്തുന്ന വിശിഷ്ടമായ ഒരു ചടങ്ങാണ് ശ്രീ മൂക്കുംപുഴ ദേവീക്ഷേത്രത്തിലെ കടലിൽ നടത്തുന്ന മീനൂട്ട്. രാവിലെയോടെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. മീനൂട്ടിൽ വിശിഷ്ടാതിഥിയായി എത്തിയ തമിഴ്നാട് വീരമുത്തരയ മുന്നേറ്റ സംഘം പ്രസിഡന്റ് KK സെൽവകുമാറിനെയും അമൃതാനന്ദമയി മഠം ശ്രീമദ് വിവേകാനന്ദപുരി സ്വാമികളെയും ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചു. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം എഴുന്നള്ളത്ത് കടൽക്കരയിൽ ഒരുക്കിയ മണ്ഡപത്തിലെത്തിയാണ് വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ മീനൂട്ട് ചടങ്ങുകൾ നടന്നത്. വാദ്യമേളഘോഷങ്ങളോടെ കടൽ തീരത്തെ ആരതിക്ക് ശേഷം വ്രതനിഷ്ഠകളോടെ എത്തിയ നൂറുകണക്കിന് ഭക്തജനങ്ങൾ മത്സ്യങ്ങൾക്കുള്ള പ്രസാദവുമായി ചടങ്ങിൽ പങ്കെടുത്തു. മീനൂട്ട് കടവിൽ ഭക്തർക്കായി ഭക്ഷണ പാനീയ വിതരണവുമുണ്ടായിരുന്നു. നാളെയാണ് പ്രസിദ്ധമായ മുക്കുംപുഴ പൊങ്കാലയും തിരുവാറാട്ടും നടക്കുക. വർണ്ണശബളമായ പകൽ കാഴ്ചയും ഉത്സവത്തിന്റെ ഭാഗമാണ്. ജനം, കൊല്ലം.